തൃശൂർ കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. VS സുജിത്തിനെ ശശിധരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ ഇല്ല എന്ന കാരണത്താലാണ് നടപടിയിൽ നിന്നും ഒഴിവാക്കിയത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കി വസ്ത്രം അണിഞ്ഞ് ജോലി ചെയ്യില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പ് നൽകി. അടിയന്തര നടപടിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ സ്റ്റേഷന് പുറത്തുവെച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. സുജിത്തിനെ സ്റ്റേഷനിലെത്തിക്കുമ്പോൾ GD ചാർജ് ചുമതല ശശിധരനായിരുന്നു. സ്റ്റേഷനകത്ത് ജോലി നോക്കേണ്ട ശശിധരൻ പുറത്തുനിന്ന് നടന്നു കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സാഹചര്യ തെളിവുകളും ശശിധരന് എതിരാണ്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് ആരോപണം. കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് മുഖവിലക്കെടുക്കാതെയാണ് അച്ചടക്ക നടപടിയെന്ന് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ കുറ്റപ്പെടുത്തി. സുഹൃത്തുക്കളായ പോലീസുകാർ വിളിച്ചു ഒന്ന് അവസാനിപ്പിക്കണം, അവരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞു ഇതേപോലത്തെ ആയിരക്കണക്കിന് സാധാരണക്കാരൻ്റെ ജീവിതമുണ്ട്. അതിതൊരു മാതൃകയാവണം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഇടിമുറി ഉണ്ടെന്നുള്ള സത്യം. പുതിയ ഇടിമുറി തുറന്നിരിക്കുകയാണ്. അതായത് സ്റ്റേഷനിലെ എല്ലാത്ത സ്ഥലത്ത് ഇടിമുറികളുണ്ട്. വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് നീക്കം. VS സുജിത്തിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട്ടിലെത്തി സന്ദർശിച്ചു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്നും ആരും കണ്ടിട്ടില്ലാത്ത പ്രതികരണം ഉണ്ടാകുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അവര് ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയാലും, ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രതിഷേധ ഓണസദ്യയും പ്രവർത്തകർ ഒരുക്കി. തുടർ സമരങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.